ഹായ് സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നടന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളോടാണ് ചോദ്യം. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ ഒന്ന് കമന്റ് ചെയ്യുക. അത്യാവശ്യം വലിയ ഡിഫിക്കൽറ്റി ലെവലൊന്നും ഇല്ലാത്ത ഒരു ആവറേജ് നിലവാരം പുലർത്തിയ പരീക്ഷ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങൾ, പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം എന്തൊക്കെയാണ് ഉത്തരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ യൂണിവേഴ്സിറ്റീസ് 2025 നടന്ന പരീക്ഷ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് ആൻഡ് വോളിമെട്രിക് സ്ട്രെയിൻ ഈസ് നോൺ ആസ്. ഡയറക്റ്റ് ചോദ്യമാണ്. ബൾക്ക് മോഡുലസ്. ഓപ്ഷൻ എ ബൾക്ക് മോഡുലസ്. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആൻഡ് ബ്രേക്കിംഗ് സ്ട്രെങ്ത് ഇൻ ടെൻസൈൽ ലോഡിംഗ് ഈസ് ഓൾമോസ്റ്റ് സെയിം ഫോർ ബ്രിട്ടിൽ മെറ്റീരിയൽസ്. ഓപ്ഷൻ ബി ബ്രിട്ടിൽ മെറ്റീരിയൽസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഇതൊക്കെ MOSൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അങ്ങനെ വലിയ കുഴപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ കുറവാണ്. ഈ ന്യൂമറിക്കൽസ് ആയിട്ട് ഒരു 4-5 പ്രോബ്ലംസ് മാത്രമാണ് വന്നത്. അതും ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു. മറ്റ് സബ്ജക്റ്റുകളിൽ അധികം സ്റ്റേറ്റ്മെന്റ് വൈസ് ഉണ്ടായിട്ടില്ലെങ്കിലും കുറച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ ചോദ്യം, എ ബൈമെറ്റൽ സ്ട്രിപ്പ് ഓഫ് ഈക്വൽ ലെങ്ത് ഫോർ ബോത്ത് മെറ്റൽ ഈസ് പാക്ഡ് ലെങ്ത് വൈസ് in between two walls and the specimen is heated. Which material will be subjected to tension? Materials നിന്നാണ് both specimen in equal amount, then the metal with higher thermal expansion coefficient, metal with lower thermal expansion coefficient എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ഈസ് സെൻട്രലി ലോഡഡ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ അക്കോർഡിംഗ് ടു ദ തിയറി ഓഫ് സിമ്പിൾ ബെൻഡിംഗ് വിച്ച് പോർഷൻ വിൽ ബി സബ്ജക്റ്റഡ് ടു കംപ്രഷൻ. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്, ഒരു സെൻട്രലി ലോഡ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാണ് കംപ്രഷന് വിധേയമാകുന്ന പോർഷൻ? ഏതാണ് പോർഷൻ എബോവ് ദ ന്യൂട്രൽ ആക്സിസ്, ബിലോ ദ ന്യൂട്രൽ ആക്സിസ്, ന്യൂട്രൽ ആക്സിസ്, നൺ ഓഫ് ദീസ്? ഏതാണ് പോർഷൻ എബോവ് ദ ന്യൂട്രൽ ആക്സിസ് ആണ് കംപ്രഷന് വിധേയമാവുന്ന ഭാഗം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ടോർഷണലി ഇക്വലന്റ് ഷാഫ്റ്റ് വിൽ ഹാവ്. ഒരു ടോർഷണലി ഇക്വലന്റ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. സെയിം ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഉള്ള ഷാഫ്റ്റ് ആണ് ഈ പറഞ്ഞ ടോർഷണലി ഇക്വലന്റ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. മാക്സിമം ബെൻഡിങ് മൂവ്മെന്റ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ഓഫ് സ്പാൻ L വിച്ച് സെൻട്രൽ പോയിന്റിലോ W ഈസ് ഗിവൺ ബൈ ദ ഫോർമുല. അതായത് ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിലെ എന്താണ് ഇക്വേഷൻ എന്നുള്ളതാണ് ചോദ്യം. WL/4 ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. പോയിന്റ് അറ്റ് വിച്ച് ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് സൈൻ, അത് കറക്റ്റ് ആണ്. പോയിന്റ് അറ്റ് വിച്ച് ഷിയർ ഫോഴ്സ് ചേഞ്ചസ്, അത് തെറ്റാണ്. ബെൻഡിങ് മൊമെന്റിന്റെ സൈൻ ചേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ് കോൺട്രാഫ്ലെക്ഷൻ. മൂന്നാമത്തെ പോയിന്റ്, ദിസ് ഈസ് ഓൾസോ നോൺ ആസ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ, അതും കറക്റ്റ് ആണ്. ദ പോയിന്റ് ഓഫ് സീറോ ഷിയർ ഫോഴ്സ്, അത് തെറ്റാണ്. അപ്പോൾ 1, 3 മാത്രമാണ് കറക്റ്റ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, എ റെക്ടാംഗുലർ ബീം ഓഫ് 12 centimeter wide and 10 centimeter deep is subjected to bending. If the maximum bending moment is 90 kilonewton meter, then maximum bending stress is. ഏതാണ് ചോദ്യം? എന്താണ്? ഒരു റെക്ടാംഗുലർ ബീം ആണ്, 12 സെന്റിമീറ്റർ വൈഡ് ആണ്, 10 സെന്റിമീറ്റർ ഡീപ്പ് ആണ്, അത് ഒരു ബെൻഡിങ്ങിന് സബ്ജക്ട് ചെയ്തിട്ടുണ്ട്. ഇഫ് ദ മാക്സിമം ബെൻഡിങ് മൂവ്മെന്റ് തന്നിട്ടുണ്ട് 90 കിലോന്യൂട്ടൺ മീറ്റർ. അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് സ്ട്രെസ് എത്രയാണ്? ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. അതിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്ന ഓപ്ഷൻ എ 450 മെഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ്. A simple shear stress acting on a body is accompanied by a complementary shear stress of equal magnitude acting in the dash direction. അതായത് ഏത് ഡയറക്ഷനിലാണ് ഒരു കോംപ്ലിമെന്ററി ഷിയർ സ്ട്രെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആണ് അതിന്റെ ആൻസർ വരുന്നത്. 9ാമത്തെ ചോദ്യം. 10ാമത്തെ ചോദ്യം പറയുന്നത്, വർക്ക് ഡൺ ഓൺ എ മെറ്റീരിയൽ ഇൻ സിമ്പിൾ ടെൻഷൻ അപ് ടു ഫ്രാക്ചർ വരെയുള്ള സിമ്പിൾ ടെൻഷന്റെ വർക്ക് ഡൺ ഏതാണ്? മോഡുലസ് ഓഫ് ടഫ്നെസ് എന്നാണ് അതിനെ പറയുക. 11ാമത്തെ ചോദ്യം, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി ഈസ് ബെറ്റർ ആപ്ലിക്കബിൾ ടു. പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് മെറ്റീരിയലാണ് കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്? ഓപ്ഷൻ എ ബ്രിട്ടിൽ മെറ്റീരിയൽസ്. സ്ട്രോങ്ങസ്റ്റ് കോളംസ് ആർ ദോസ് വിത്ത് ഡാഷ് സ്ലെൻഡർനെസ് റേഷ്യോ ഏറ്റവും കുറവുള്ള കോളങ്ങളാണ് സ്ട്രോങ് ആയിട്ടുള്ള കോളം എന്ന് പറയുക. അടുത്തത് തെർമോഡൈനാമിക്സിൽ നിന്ന് ഒരു ചോദ്യമാണ്. ഇൻ ദ റിലേഷൻ PV/N=C, ദ വാല്യൂ ഓഫ് N =∞ ഫോർ ദ ഫോളോയിങ് പ്രോസസ്. ഏതാണ്? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിനാണ് PV/N ഇൻഫിനിറ്റി ആയിട്ട് മാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സെക്കൻഡ് ലോ തെർമോഡൈനാമിക്സ് എന്ത് ഡിഫൈൻ ചെയ്യുന്നു? എൻട്രോപ്പി ഡിഫൈൻ ചെയ്യുന്നു. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 14ാമത്തെ ചോദ്യം. 15ാമത്തെ ചോദ്യം, ദി ഏരിയ അണ്ടർ ദ ടെമ്പറേച്ചർ എൻട്രോപ്പി കർവ് ഫോർ എനി തെർമോഡൈനാമിക് പ്രോസസ്. ഏതാണ്? ഈ ടെമ്പറേച്ചർ TS ഡയഗ്രത്തിൽ ഏരിയ അണ്ടർ ദ കർവ് ഏതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഹീറ്റ് അബ്സോർബ്ഡ് അല്ലെങ്കിൽ റിജക്റ്റഡ് ആണ്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് തെർമോഡൈനാമിക്സിൽ വന്നിരിക്കുന്നത്. എ ഫ്രിക്ഷൻലെസ് ഹീറ്റ് എഞ്ചിൻ ക്യാൻ ബി
100% എഫിഷ്യൻറ്റ് ഓൺലി ഇഫ് ദ എക്സോസ്റ്റ് ടെമ്പറേച്ചർ. ഒരു ഫ്രിക്ഷൻലെസ് ഹീറ്റ് എഞ്ചിന് 100% എഫിഷ്യന്റ് ആവണമെങ്കിൽ ടെമ്പറേച്ചർ എത്ര ആയിരിക്കണം? എക്സോസ്റ്റ് പുറന്തള്ളുന്ന ടെമ്പറേച്ചർ എത്ര ആയിരിക്കണം? 0 കെൽവിൻ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും 100% എഫിഷ്യൻസി കൈവരിക്കാൻ സാധിക്കില്ല. ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ഓഫ് എ ഗ്യാസ് ഈസ് ഈക്വൽ ടു, ഒരു ഗ്യാസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് CP - CV അല്ലെ, CP - CV = R എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ ചേഞ്ചസ് ഇൻ ഗിബ്സ് എനർജി ഫോർ വേപ്പറൈസേഷൻ ഓഫ് പ്യുവർ സബ്സ്റ്റൻസിന്റെ വേപ്പറൈസേഷനിലുള്ള ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി എത്രയാണ്? 0 ആണ്. ഗിബ്സ് എനർജിയുമായി ബന്ധപ്പെട്ട് തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്ന സംഗതി തന്നെയാണത്. ദ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് മ്യൂ ഈസ് ഡിഫൈൻഡ് ആസ്, മ്യൂ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ∂T/∂P H എന്നുള്ളതാണ് അറ്റ് കോൺസ്റ്റന്റ് H എന്നുള്ളതാണ് ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, പക്ഷേ കറക്റ്റ് ആയിട്ട് ഇക്വേഷൻ പഠിച്ച ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് എഴുതാനായിട്ട് പറ്റും. 20ാമത്തെ ചോദ്യം, ദ മോസ്റ്റ് എഫിഷ്യന്റ് പ്രോസസ് ഓഫ് കംപ്രഷൻ, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള കംപ്രഷൻ ഏതാണ്? ഐസോതെർമൽ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലുള്ള കംപ്രഷൻ ആണ്. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ എഞ്ചിനീയറും ശ്രമിക്കുന്നത്. ദ എക്സ്പ്രഷൻ 1 - 1/r⁻⁻⁻1 ഡിനോട്ട്സ് ദ ഫോളോയിങ് എഫിഷ്യൻസി. ഏതാണ്? സിമ്പിൾ ആണ്. ഏത് എഫിഷ്യൻസിയാണ്? എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഇക്വേഷൻ ആണ് 1 - 1/r⁻⁻1 എന്നുള്ളത്. ദ മെയിൻ കോസ് ഓഫ് ദ ഇറിവേഴ്സിബിലിറ്റിയുടെ പ്രധാന കാരണം എന്ത്? അൺറെസ്ട്രിക്റ്റഡ് എക്സ്പാൻഷൻ, മെക്കാനിക്കൽ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ, ഹീറ്റ് ട്രാൻസ്ഫർ വിത്ത് എ ഫൈനൈറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ്, ഇതെല്ലാം അതിന് കാരണമാണ്. ഏതിന്? ഇറിവേഴ്സിബിലിറ്റിക്ക് കാരണമാണ്. 23ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ദി എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ടു ഇവാപറേറ്റ് 1 kilogram of water from its saturation temperature without change of temperature, അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാതെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന അതിനെ എന്താ വിളിക്കുക? ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്നാണ് അല്ലെ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിലെ ബേസിക്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ആൻ ഓപ്പൺ സിസ്റ്റം ഈസ് വൺ ഇൻ വിച്ച്, അതിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ബോത്ത് എനർജി ആൻഡ് മാസ് ക്രോസ് ദ ബൗണ്ടറീസ് ഓഫ് ദ സിസ്റ്റം. സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു അത്. 25ാമത്തെ ചോദ്യം, ദ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓൺ എ കർവ്ഡ് സർഫസ് ഇമേജ്ഡ് ഇൻ എ ലിക്വിഡ് ഈക്വൽ, അതായത് ഒരു കർവ്ഡ് സർഫസ് അതിലുണ്ടാകുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ദ ഫോഴ്സ് ഓൺ ദ വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഓഫ് ദ സർഫസ്, ആ സർഫസിന്റെ വെർട്ടിക്കൽ പ്രൊജക്ഷനിലുള്ള ഫോഴ്സിന് ഇക്വലന്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ദ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓൺ എ കർവ്ഡ് സർഫസ് ഇമേജ്ഡ് ഇൻ എ ലിക്വിഡ് എന്ന് പറയുന്നത്. 26ാമത്തെ ചോദ്യത്തിലേക്ക് പോയാൽ, വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ വിത്ത് റിഗാർഡ്സ് ടു ബോഡീസ് ദാറ്റ് ഫ്ലോട്ട് ഓർ സബ്മേർജ്, അതായത് ബോഡികൾ ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിലും സബ്മേർജ് ചെയ്യുകയാണെങ്കിലും ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏത്? ഫോർ എ ബോഡി ഫ്ലോട്ടിംഗ് ഇൻ എ ലിക്വിഡ് ദ സ്റ്റെബിലിറ്റി ഈസ് എൻഷേർഡ് ഇഫ് ദ സെന്റർ ഓഫ് ബയോൺസ് ഈസ് ബിലോ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി, അത് ശരിയല്ല. ഫോർ എ ബോഡി ഹോളി സബ്മേർജ്ഡ് ഇൻ എ ലിക്വിഡ് ദ സ്റ്റെബിലിറ്റി ഈസ് എൻഷേർഡ് ഇഫ് ദ സെന്റർ ഓഫ് ബയോൺസ് ഈസ് എബോവ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബോഡി. സെന്റർ ഓഫ് ഗ്രാവിറ്റി താഴെ ആയിരിക്കണം, അതാണ്. അപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സബ്മേർജ് ചെയ്തിരിക്കുന്ന ബോഡിയുടെ സ്റ്റെബിലിറ്റിയുടെ കേസിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ അടുത്ത ചോദ്യം, 27ാമത്തെ ചോദ്യം, ഓയിലേഴ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്റ്റേറ്റ്മെന്റ് അതാണ്? നമ്മൾ നേവിയർ സ്റ്റോക്സ് ഓയിലേഴ്സ് ഇക്വേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിൽ എനർജി ബാലൻസ് ആണോ, മൊമെന്റം കൺസർവേഷൻ ആണോ, ഇൻകംപ്രസിബിൾ ഫ്ലോയുടെ മൊമെന്റം കൺസർവേഷൻ ആണോ, കൺസർവേഷൻ മൊമെന്റ് ഓഫ് എ റിയൽ ഫ്ലോ? അപ്പൊ മൊമെന്റം കൺസർവേഷൻ ആണെന്ന് അറിയാം. ഓയിലേഴ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ അതുമായിട്ട് ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഒരു ഇൻവിസിഡ് ഫ്ലൂയിഡിന്റെ അതായത് വിസ്കോസിറ്റി ഇല്ലാത്ത ഒരു ഫ്ലൂയിഡിന്റെ കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ് അവിടെ പറയുന്നത്. ഒരു റിയൽ ഫ്ലൂയിഡിന്റെ കൺസർവേഷൻ മൊമെന്റം ആണ് റിയൽ ഫ്ലൂയിഡിന്റെ. പ്രത്യേകം ശ്രദ്ധിക്കുക, അതാണ് ഓയിലേഴ്സ് ഇക്വേഷൻ, അങ്ങനെയാണ് വരുന്നത്. ആ ഒരു അസംഷനിലാണ് നമ്മൾ എടുക്കുക. മറ്റൊരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യേണ്ട റെയ്നോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. റെയ്നോൾഡ്സ് നമ്പർ ഫോർ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ഇൻ എ സർക്കുലർ ട്യൂബ് ഈസ് സ്പെസിഫൈഡ് ബൈ 2500. വാട്ട് വിൽ ബി ദ റെയ്നോൾഡ്സ് നമ്പർ വെൻ ദ ട്യൂബ് ഡയമീറ്റർ ഈസ് ഇൻക്രീസ്ഡ്? ട്യൂബ് ഡയമീറ്റർ 20% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫ്ലൂയിഡ് വെലോസിറ്റി 40% കുറച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ എത്ര മാറും? R=VD/μ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആ കൂടിയതും കുറഞ്ഞതും രണ്ട് ഇക്വേഷൻ ആയിട്ട് ഇട്ട് കൊടുത്താൽ ആൻസർ 1800. പുതിയ റെയ്നോൾഡ്സ് നമ്പർ 1800 ആയിട്ട് കിട്ടും. 29ാമത്തെ ചോദ്യം, velocity of flow through a circular pipe measured at the center is found to be 2 meters per second. The Reynolds number is 1200. What is the average flow velocity? അതും Reynolds number equation വെച്ച് ചെയ്യാം. 1 meter per second എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും, ഉത്തരം കിട്ടും. The drag force exerted by a fluid on a body immersed in the fluid is due to pressure and viscous force. Drag force എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള ഏതൊക്കെ ഫോഴ്സുകൾ കാണും? വിസ്കോസ് ഫോഴ്സും പ്രഷർ ഫോഴ്സും കാരണമാണ് ഡ്രാഗ് ഫോഴ്സ്. അത് ഡ്രാഗ് ആൻഡ് ലിഫ്റ്റ് പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. ആ ഒരു ഡ്രാഗിൽ ഏതൊക്കെ ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്.
31ാമത് ചോദ്യം, വിച്ച് പ്ലേസ് ഓൺ എ ഡ്രാഫ്റ്റ് ട്യൂബ് ഈസ് ദ മോസ്റ്റ് സസെപ്റ്റബിൾ ഫോർ ക്യാവിറ്റേഷൻ ഉണ്ടാവാൻ ഏറ്റവും സാധ്യതയുള്ള പ്ലേസ് ഏതാണ്? ഇല്ലറ്റ് ഓഫ് എ ഡ്രാഫ്റ്റ് ട്യൂബ്. ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഇല്ലറ്റിലാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാവാൻ ക്യാവിറ്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. ഇൻ ഓർഡർ ടു ഹാവ് മാക്സിമം പവർ ഫ്രം എ പെൽട്ടൺ ടർബൈൻ ദ ബക്കറ്റ് സ്പീഡ് മസ്റ്റ് ബി. ഇത് നമ്മൾ പഠിക്കുന്നതാണ്. പെൽട്ടൺ വീല് ഇമ്പൾസ് ടർബൈന്റെ കേസിൽ ഹാഫ് ഓഫ് ദ ബക്കറ്റ് സ്പീഡ് ജെറ്റ് സ്പീഡിന്റെ ഹാഫ് ആണെങ്കിൽ മാക്സിമം എഫിഷ്യൻസി നമുക്ക് കിട്ടും എന്നുള്ളതാണ്. മാക്സിമം പവർ നമുക്ക് കിട്ടുന്നത്, എഫിഷ്യൻസി അല്ല പവർ കിട്ടും എന്നുള്ളതാണ്. 33ാമത് ചോദ്യം, ഫോർ നെഗറ്റീവ് വാല്യൂ സ്ലിപ്പ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇൻ എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വിൽ ബി മോർ ദാൻ യൂണിറ്റി. അതായത് CD മോർ ദാൻ 1 ആവും. എന്ത്? നമ്മുടെ നെഗറ്റീവ് സ്ലിപ്പ് ആണെന്ന് പറയുമ്പോൾ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ടർബൈനെ കുറിച്ചാണ്? പെൽട്ടൺ ആൻഡ് ഫ്രാൻസിസ് ടർബൈൻ. ഫ്രാൻസിസ് ടർബൈൻ ഒരു ഇമ്പൾസ് ടർബൈൻ അല്ല, തെറ്റാണ്. ഫ്രാൻസിസ് ടർബൈൻ ഇസ് എ റിയാക്ഷൻ ടർബൈൻ, ബട്ട് കപ്ലാൻ ടർബൈൻ ഇസ് ഇമ്പൾസ് ടർബൈൻ, അതും തെറ്റാണ്. ഫ്രാൻസിസ് ടർബൈൻ ഈസ് ആൻ ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ, അതും തെറ്റാണ്. കപ്ലാൻ ടർബൈൻ ഈസ് ആൻ ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ, അത് കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് എളുപ്പമാണ്, ഹൈഡ്രോളിക് ടർബൈൻസ് പഠിച്ചവർക്ക് ചെയ്യാൻ പറ്റും. മറ്റൊരു വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യം, ഫോർ എ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന്റെ കേസിൽ ഏതാണ് ശരി? ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ, അതല്ല. റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ഷിയർ സ്ട്രെയിൻ, അതല്ല. ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, നമ്മൾ പഠിക്കുന്നതാണല്ലേ. അപ്പോൾ ഇത് ഇക്വേഷൻ അറിയാവുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. 36ാമത് ചോദ്യം, ഇൻ എ സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വിത്തൗട്ട് എയർ വെസൽ ദ റേഷ്യോ ഓഫ് ആവറേജ് ഫ്രിക്ഷൻ ഹെഡ് ടു മാക്സിമം ഫ്രിക്ഷൻ ഹെഡ് ഇൻ എ സക്ഷൻ ഡെലിവറി പൈപ്പ് ഈസ് 2/3. 2/3 എന്നുള്ളതാണ് അതിന്റെ ആൻസർ. ആ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന്റെ ഇക്വേഷനിൽ നിന്ന് വരുന്നതാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എങ്ങനെ വന്നു എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളായിട്ട് നമ്മുടെ ഇതേ ചാനലിൽ വീഡിയോ എക്സ്പ്ലനേഷൻസ് ആയിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയുടെ ആൻസർ കീ ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രം. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഡെൽറ്റ അയൺ ഫോംഡ് അറ്റ് എ റേഞ്ച്, ഇത് നമ്മുടെ ഇതിൽ നിന്ന് മെറ്റീരിയൽ സയൻസിൽ നിന്ന് വരുന്നതാണ്. 1400 ഡിഗ്രി സെൽഷ്യസിലും 1539 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ഡെൽറ്റ അയൺ ഫോം ചെയ്യുന്നത്. ഓപ്ഷൻ എ. 38ാമത് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ മാനുഫാക്ചറിംഗ് ഓഫ് റെയിൽവേയുടെ റെയിലുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഹൈ കാർബൺ സ്റ്റീൽ. 39ാമത് ചോദ്യം, TTT ഡയഗ്രാം ഇൻഡിക്കേറ്റ്സ് ടൈം ടെമ്പറേച്ചർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എന്തിന്റെ ട്രാൻസ്ഫോർമേഷൻ? ഓസ്റ്റിനൈറ്റിന്റെ ട്രാൻസ്ഫോർമേഷൻ. മെറ്റീരിയൽ സയൻസിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഹൗ റെപ്രസെന്റഡ് ദ ഗിബ്സ് ഫേസ് റൂൾ ഫോർ ജനറൽ സിസ്റ്റം? ജനറൽ സിസ്റ്റത്തിന്റെ ഗിബ്സ് ഫേസ് റൂൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? P+F=C+2 എന്നുള്ളതാണ് ഗിബ്സ് ഫേസ് റൂളിന്റെ ഇക്വേഷൻ. അത് പഠിക്കുന്നതാണ് നമ്മൾ. യൂടെക്ടോയിഡ് പ്രോഡക്റ്റ് ഇൻ അയൺ കാർബൺ സിസ്റ്റം ഈസ് നെയിംഡ് ആസ്. അയൺ കാർബൺ സിസ്റ്റത്തിലെ യൂടെക്ടോയിഡ് പ്രോഡക്റ്റ് എങ്ങനെ നെയിം ചെയ്തിരിക്കുന്നു? പിയർലൈറ്റ് എന്ന് നെയിം ചെയ്തിരിക്കുന്നു. 42ാമത് ചോദ്യം, അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം. ഇത് സിമ്പിൾ ആണ്. എന്താണ് അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം എന്നുള്ളതാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ പ്ലോട്ടിംഗ് കാർബൺ പെർസെന്റേജ് അലോങ് എക്സ് ആക്സിസ് ആൻഡ് ടെമ്പറേച്ചർ അലോങ് വൈ ആക്സിസ്. കറക്റ്റ് ആണ്. കോറിലേറ്റ്സ് ദ മൈക്രോ സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീൽ ആൻഡ് കാസ്റ്റ് അയൺ, അതും കറക്റ്റ് ആണ്. ഇൻഡിക്കേറ്റ്സ് ദ ഫേസ് ചേഞ്ചസ് ഒക്കറിംഗ് ഡ്യൂറിംഗ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്, അതും കറക്റ്റ് ആണ്. സോ ഓൾ ഓഫ് ദി അബോവ് ഇസ് ദ കറക്റ്റ് ആൻസർ. എനിക്കൊന്ന് പ്രൊഫഷണൽ ആൻസർ കീഴിൽ തെറ്റായിട്ടാണ് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. 43ാമത് ചോദ്യം, ദ ക്ലോസ്ഡ് പാക്ഡ് ഹെക്സഗണൽ സ്പേസ് ലാറ്റിസ് ഈസ് ഫൗണ്ട് ഇൻ. അത് ഏതൊക്കെയാണ്? ക്ലോസ്ലി പാക്ഡ് ഹെക്സഗണൽ സ്പേസ് ലാറ്റിസ് ഏതിലാണ് ഉള്ളതെന്നുള്ളതാണ്. സിംഗിൾ മഗ്നീഷ്യത്തിൽ കൊബാൾട്ട്, കാഡ്മിയം, ആന്റിമണി ആൻഡ് ബിസ്മുത്ത്, അതിലാണ് ഈ പറഞ്ഞ ഈ ഒരു ഫോർമേഷൻ കാണുന്നത്. ദെൻ ഹീറ്റ് ട്രീറ്റ്മെന്റിൽ നിന്ന് ഒരു ചോദ്യമാണ്, ദ പ്രോസസ് ഓഫ് സയനൈഡിങ് ആൻഡ് നൈട്രേറ്റിംഗ്. എന്താണത്? കേസ് ഹാർഡനിങ് ആണ് അല്ലെ. നമ്മൾ നോർമൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് കേസ് ഹാർഡനിങ് പഠിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സയനൈഡിങ്ങും നൈട്രേറ്റിങ്ങും വരുന്നത്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഇതാണ്. അയൺ കാർബൺ ഈസ് ഇക്വിലിബ്രിയം ഡയഗ്രാം ബട്ട് TTT ഡയഗ്രാം ഇസ് എ നോൺ ഇക്വിലിബ്രിയം ഡയഗ്രാം. കറക്റ്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്? അതാണ് ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. 46ാമത് ചോദ്യം, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഫോർ ദ BCC യൂണിറ്റ് സ്റ്റെൽ. അപ്പൊ BCCയുടെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എത്ര? 0.68. ഇത്ര തവണ നമ്മൾ പഠിക്കുന്നതാണ്. Then recrystallization temperature is എന്താണ് recrystallization temperature എന്നുള്ളതാണ്. ഓപ്ഷൻ സി is the correct answer. New spherical crystals first begin to form from the old deformed one when the strained is heated. അപ്പോൾ പുതിയ സ്ഫെറിക്കൽ ക്രിസ്റ്റൽസ് ഫോം ചെയ്ത് തുടങ്ങാണ്. ടഫ്നെസ്സിനെ 48ാമത്തെ ചോദ്യം, ഇത് ആൻസർ കീ എ ആണ്, എയുടെ ആൻസർ കീ ആണ്. 48ാമത്തെ ചോദ്യം, toughness in a steel is increased and brittleness is decreased by a heat treatment operation is called. അപ്പോൾ toughness increase ചെയ്യുകയും brittleness കുറയ്ക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ടെമ്പറിംഗ് എന്നുള്ളത്. ടെമ്പറിംഗ്.
49ാമത്തെ ചോദ്യം, റങ്കൈൻ സൈക്കിളിൽ എന്തൊക്കെയാണ് പ്രോസസ്സുകൾ എന്നുള്ളതാണ്. 2 ഐസെൻട്രോപിക് പ്രോസസ് ഉണ്ട്, 2 കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ഉണ്ട്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 2 ഐസെൻട്രോപിക് ആൻഡ് 2 കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. റങ്കൈൻ സൈക്കിൾ വരച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ ആൻസർ എഴുതാൻ പറ്റും. ഇൻ എ സ്റ്റീം നോസിൽ ഫോർ ദ സെയിം പ്രഷർ റേഷ്യോ ദി എഫർട്ട് ഓഫ് ഫ്രിക്ഷൻ ലീഡ്സ് ടു. ഒരേ പ്രഷർ റേഷ്യോയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് വെച്ചാൽ ഇൻക്രീസ് ഇൻ ഡ്രൈനസ് ഫ്രാക്ഷൻ ഓഫ് ദ എക്സിറ്റ് സ്ട്രീം ആൻഡ് ഡിക്രീസ് ഇൻ എക്സിറ്റ് വെലോസിറ്റി ഫ്രം ദ നോസിൽ എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ്. ദി എഫക്റ്റ് ഓഫ് ഫ്രിക്ഷൻ കാരണം ഈ നോസിലിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഒരേ പ്രഷർ റേഷ്യോ ആണെങ്കിൽ ഫ്രിക്ഷൻ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഡ്രൈനസ് ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും, എക്സിറ്റ് സ്റ്റീമിന്റെ ഡ്രൈനസ് ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും, എക്സിറ്റ് വെലോസിറ്റി കുറയും എന്നുള്ളതാണ് ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ. ഡി ലെവൽ ടർബൈനെ കുറിച്ചാണ് പറയുന്നത്. അത് എന്താണ്? സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ ആണ് ഡി ലെവൽ ടർബൈൻ. 52ാമത്തെ ചോദ്യം, ദ സ്റ്റാൻഡേർഡ് ഫയറിംഗ് ഓർഡർ ഓഫ് എ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ. ഒരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനിലെ നമ്മൾ IC എഞ്ചിൻ പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് പഠിക്കുന്നതാണ് 1 3 4 2. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഫയറിംഗ് ഓർഡർ അതാണ്. നോക്കിംഗ് ഇൻ SI എഞ്ചിൻസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ. എന്ത് ചെയ്യാൻ പറ്റും? നോക്കിംഗ് കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? കംപ്രഷൻ റേഷ്യോ ഇൻക്രീസ് ചെയ്യുക, നോക്കിംഗ് കൂട്ടും. ഇൻക്രീസിംഗ് എയർ ഇൻലെറ്റ് ടെമ്പറേച്ചർ, നോക്കിംഗ് കൂട്ടും. ഇൻക്രീസിംഗ് കൂളിംഗ് വാട്ടർ ടെമ്പറേച്ചർ, അത് നോക്കിംഗ് കൂട്ടും. നോക്കിംഗ് കുറയ്ക്കാനുള്ള ഒരേ ഒരു വഴി ഇതാണ്, റിട്ടാർഡിംഗ് ദ സ്പാർക്ക് അഡ്വാൻസ്. സ്പാർക്ക് അഡ്വാൻസിനെ ഒന്ന് റിട്ടാർഡ് ചെയ്യുക എന്നുള്ളതാണ്. 54ാമത്തെ ചോദ്യം, ഇൻ എ 2 സ്റ്റേജ് ഗ്യാസ് ടർബൈൻ പ്ലാന്റ് വിത്ത് ഇന്റർകൂളിംഗ് റീഹീറ്റിംഗ് ഉള്ള ഒരു 2 സ്റ്റേജ് ഗ്യാസ് ടർബൈൻ പ്ലാന്റിൽ എന്ത് സംഭവിക്കും? വർക്ക് റേഷ്യോ ഇൻക്രീസസ് ആൻഡ് തെർമൽ എഫിഷ്യൻസി ഡിക്രീസസ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ, എല്ലാ ഭാഗത്തു നിന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. കംപ്രസർ, എഞ്ചിന്, അതേപോലെ ടർബൈൻ ഒക്കെ വന്നിട്ടുണ്ട്. നോസില്, സ്റ്റീം ടർബൈൻ ഒക്കെ. ഇനി റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസേഴ്സ് ദ ക്ലിയറൻസ് റേഷ്യോ ഇസ് ഗിവൺ ആസ് ദ റേഷ്യോ ഓഫ്. ക്ലിയറൻസ് റേഷ്യോ എന്താണ്? VS VC എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ക്ലിയറൻസ് വോളിയം ടു സ്വെപ്റ്റ് വോളിയം ഓഫ് എ. ക്ലിയറൻസ് വോളിയം ഡിവൈഡഡ് ബൈ സ്വെപ്റ്റ് വോളിയം ആണ് ക്ലിയറൻസ് റേഷ്യോ. എയർ കംപ്രസറിന്റെ കേസിൽ എ കാർനോട്ട് റെഫ്രിജറേറ്റർ ഈസ് വർക്കിംഗ് ബിറ്റ്വീൻ 250K and 300K. COP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. 5 എന്നുള്ള ആൻസർ കിട്ടും. കാർനോട്ട് റെഫ്രിജറേറ്റർ ആണ്. റെഫ്രിജറേറ്ററിന്റെ COP ഇക്വേഷൻ ഇടുക. 57ാമത്തെ ചോദ്യം, if an unsaturated air is passed through a spray of കണ്ടിന്യൂസ്ലി റീസർക്കുലേറ്റ് വാട്ടർ, എന്ത് സംഭവിക്കും? ഒരു അൺസാച്ചുറേറ്റഡ് എയർ പാസ് ചെയ്യുകയാണെങ്കിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഡിക്രീസസ് ആൻഡ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻക്രീസസ്. നമ്മുടെ സൈക്രോമെട്രി എന്നുള്ള ചോദ്യമാണ്. അൺസാച്ചുറേറ്റഡ് എയർ ഒരു വാട്ടറിന്റെ മേളിൽ കൂടെ നമ്മൾ കടത്തി വിടുകയാണെങ്കിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കുറയോടെ അല്ലേ. അതുപോലെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ്ഡ് ആവും എന്നുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് വൈസ് പ്രോബ്ലം ആയിരുന്നു. 58ാമത്തെ ചോദ്യം, എ 10 mm ഡയമീറ്റർ ഇലക്ട്രിക് കേബിൾ K തന്നിട്ടുണ്ട്. ഹാസ് ടു ബി പ്രൊവൈഡഡ് വിത്ത് എ റബ്ബർ ഇൻസുലേഷന്റെ K തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തിക്നെസ് ഓഫ് ഇൻസുലേഷന്റെ തിക്നെസ് എത്ര വേണം? നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. അതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ 15 mm നമുക്ക് ഇവിടെ ആൻസർ വരുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എങ്ങനെ ഇത് ചെയ്തെത്തി എന്നൊക്കെ ഉള്ളത് വരും വീഡിയോകളിലായിട്ട് നമുക്ക് കാണാം. നസൽട്ട് നമ്പറുമായി ബന്ധപ്പെട്ടതാണ്. ദ കോറിലേഷൻ NU = 48/11 ഹോൾസ് ഗുഡ് ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ. ഓപ്ഷൻ ഡി, ലാമിനാർ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ഫോർ ഇന്റേണൽ ടു ഫ്ലോ വിത്ത് കോൺസ്റ്റന്റ് ഹീറ്റ് ഫ്ലക്സ് ബൗണ്ടറി കണ്ടീഷൻ. ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടൊരു ചോദ്യമായിരുന്നു ഹീറ്റ് ട്രാൻസ്ഫറിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 60ാമത്തെ ചോദ്യം, വിച്ച് ലോ ഇൻ തെർമൽ റേഡിയേഷൻ ഗീവ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ temperature of a black body and wavelength that is the maximum value of monochromatic emissive power occurs. ഏതാണ്? വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ആണ് ഈ ഒരു സംഗതി തരുന്നത്. സ്റ്റെഫാൻ ബോൾസ്മാൻ ലോ അല്ല, വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. റേഡിയേഷനുമായി ബന്ധപ്പെട്ട് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ഉണ്ട്. 61ാമത്തെ ചോദ്യം, 2 സർക്കുലർ പ്ലേറ്റ്സ് 1 and 2 വിത്ത് റെസ്പെക്റ്റീവ് ഏരിയസ് A1 and A2 ആർ എക്സ്ചേഞ്ചിങ് തെർമൽ റേഡിയേഷൻ വിത്ത് ഈച്ച് അതർ. അപ്പൊ തെർമൽ റേഡിയേഷന്റെ ഒരു പ്രോബ്ലം ആണ്. ആ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാം. ആൻസർ 0.16 എന്ന് വരുന്നതാണ്. 62ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ആൻ അസംപ്ഷൻ യൂസ്ഡ് ഇൻ LMTD അനാലിസിസ് ഓഫ് എ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്നുള്ള അനാലിസിസ് ആണ്. അതിൽ LMTD വെച്ചിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഏത് അസംഷനാണ് എടുക്കാത്തത് എന്നുള്ളതാണ്. ദി ഓവറാൾ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് കോൺസ്റ്റന്റ്, അത് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് ഹീറ്റ്സ് ആൻഡ് മാസ് ഫ്ലോ റേറ്റ്സ് ആർ കോൺസ്റ്റന്റ്. ദ ഫ്ലോ കണ്ടീഷൻസ് ആർ സ്റ്റഡി. അതൊക്കെ അസംഷൻ ആണ്. പക്ഷേ ആക്സിയൽ കണ്ടക്ഷൻ ഈസ് കോൺസ്റ്റന്റ് നമ്മൾ ഒരിക്കലും എടുക്കാറില്ല കേട്ടോ. അതാണല്ലോ അവിടെ കണ്ടുപിടിക്കുന്നത്. 63ാമത്തെ ചോദ്യം, ദ ഡിഗ്രി ഓഫ് ഫ്രീഡം when the mechanism forms a structure is, മെക്കാനിസം ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര ഉണ്ടെന്നുള്ളതാണ്? 0 ആണ്. ടോമിൽ നിന്നുള്ള ചോദ്യമാണ്, തിയറി ഓഫ് മെഷീൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻവേർഷൻ ഓഫ് എ ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചേഞ്ച്.
ചെയിൻ, ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിനിന്റെ ഇൻവേർഷൻ ഏത്? വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം, എലിപ്റ്റിക്കൽ ട്രാമൽ, റോട്ടറി എഞ്ചിൻ. ഏതാണ്? സ്കോച്ച് യോക്ക്, റോട്ടറി എഞ്ചിൻ. ഓൺലി 2 and 3 ആണ്. ഇലക്ട്രിക്കൽ ട്രാമലും സ്കോച്ച് യോക്ക് മെക്കാനിസവും മാത്രമാണ് ഡബിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിനിന്റെ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ഓൺലി 2 and 3. 65ാമത്തെ ചോദ്യം, ദ സെൻസ് ഓഫ് കോറിയോളിസ് കമ്പോണന്റ് 2 omega v is the same as that of the relative velocity vector v. ഏതാണ്? 90 degree in the direction of rotation of the link containing the path എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. 66ാമത്തെ ചോദ്യം, എ ഡിഫറൻഷ്യൽ ഗിയർ ഇൻ ആൻ ഓട്ടോമൊബൈൽ ഈസ് എ. ഒരു ഓട്ടോമൊബൈലിലെ ഡിഫറൻഷ്യൽ ഗിയർ എന്താണെന്നുള്ളതാണ്. അതൊരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആണ്. ഗിയർ ട്രെയിനിൽ നിന്നുള്ള ചോദ്യമാണ്. 67ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് വിസ്കസ് ഡാമ്പിംഗ് വിൽ ഗീവ് പീരിയോഡിക് മോഷൻ ടു ദ വൈബ്രേറ്റിംഗ് ബോഡി. ഒരു വൈബ്രേറ്റിംഗ് ബോഡിക്ക് നമ്മൾ കൊടുക്കുന്ന എന്താണ് പീരിയോഡിക് ഒരു വൈബ്രേറ്റിംഗ് ബോഡിയിലുള്ള പീരിയോഡിക് മോഷൻ ഇമ്പാർട്ട് ചെയ്യുന്ന വിസ്കസ് ഡാമ്പിംഗ് ഏതൊക്കെ ടൈപ്പാണ്? ക്രിട്ടിക്കൽ ഡാമ്പിംഗ്, അണ്ടർ ഡാമ്പിംഗ്, ഓവർ ഡാം. അപ്പൊ അണ്ടർ ഡാമ്പിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തുണ്ടാവുക? അവിടെ ഒരു പീരിയോഡിക് മോഷൻ ഉണ്ടാവുക. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 68ാമത് ചോദ്യം, പ്രൈമറി ഫോഴ്സസ് ഇൻ റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻസ്. ഒരു റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻസിലെ പ്രൈമറി ഫോഴ്സുകൾ എങ്ങനെ ബാലൻസ് ചെയ്തിട്ടുണ്ട്? പാർഷ്യലി ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. 69ാമത് ചോദ്യം, ദി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ദ ക്രാങ്ക് ടു ദ ലൈൻ ഓഫ് സ്ട്രോക്ക് ഈസ് വെൻ സ്വയിങ് കപ്പിൾ അറ്റൈൻസ് മാക്സിമം ഓർ മിനിമം. എത്രയാണ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ? എത്രയാണെന്നുള്ളതാണ് 45 ഡിഗ്രി, 225 ഡിഗ്രി. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരിക. ലാർജ് ഫീൽഡ് ഓഫ് ഗൺ വിച്ച് കംസ് ടു ഇനിഷ്യൽ പൊസിഷൻ ആഫ്റ്റർ ഫയറിംഗ് ഇൻ പോസിബിൾ ടൈം. അത് കറക്റ്റ് ആയിട്ട് പോസിബിൾ ടൈമിൽ തന്നെ തിരിച്ച് റീകോയിൽ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് ക്രിട്ടിക്കലി ഡാമ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ വൈബ്രേഷൻ എന്നുള്ള ചോദ്യമാണ്. 71ാമത് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് തിയറീസ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദ ഡിസൈൻ ഓഫ് കാസ്റ്റേൺ കമ്പോണന്റ്. കാസ്റ്റേൺ കമ്പോണന്റ് ഡിസൈൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല തിയറി ഏതാണ്? മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്. അപ്പൊ ഈ തിയറികളെ കുറിച്ച് നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ? ഇത് രണ്ടാമത്തെ ചോദ്യമാണ്. 72ാമത് ചോദ്യം, റേഷ്യോ ഓഫ് ദ റിവറ്റ് ഹോൾ ഡയമീറ്റർ ടു ദ പിച്ച് ഓഫ് റിവറ്റ് when the tearing efficiency of the riveted joint is 40%. ഇത് ഇക്വേഷൻ വെച്ച് ആണ് 0.6 റിവറ്റഡ് ജോയിന്റ്സിന്റെ ഇക്വേഷൻ ആണ്. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ദ ഡിസൈൻ ഓഫ് ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് വെൽഡഡ് ജോയിന്റ് ഈസ് ബേസ്ഡ് ഓൺ. ഓപ്ഷൻ ബി ടെൻസൈൽ സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് വെൽഡഡ് ജോയിന്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസൈൻ ഒക്കെ പഠിച്ചവർക്ക് ഇത് എളുപ്പമായിരുന്നു എന്നുള്ള. അടുത്തത് ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പറിന്റെ ഇക്വേഷൻ എന്താണ്? ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പറിന്റെ ഇക്വേഷൻ, ബിയറിംഗ്സ് എന്നുള്ള ചോദ്യം. 74ാമത്തെ ചോദ്യം, ZN/P പഠിക്കുന്നതാണ്. ഓപ്ഷൻ സി സിമ്പിൾ ചോദ്യമാണ്. ദ ഗിയേഴ്സ് യൂസ്ഡ് ഫോർ കണക്ടിങ് ടു നോൺ ഇന്റർസെക്റ്റിംഗ് നോൺ പാരലുമായിട്ടുള്ള ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഗിയറുകൾ ഏതാണ്? സ്പൈറൽ ഗിയർ. ഓപ്ഷൻ എ സ്പൈറൽ ഗിയർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. 76ാമത്തെ ചോദ്യം, the circle on which the involute is generated in spur gear involute ജനറേറ്റ് ചെയ്യുന്ന സർക്കിൾ ഏത്? ബേസ് സർക്കിൾ ആണ് ഈ പറഞ്ഞ ആ ഒരു ഇൻവല്യൂട്ട് ഡെവലപ്പ് ചെയ്തു പോവുക. 77ാമത്തെ ചോദ്യം, ഓർണമെന്റ്സ് ആർ കാസ്റ്റ് ബൈ. എന്ത് തരത്തിലുള്ള കാസ്റ്റിംഗ് ഉപയോഗിച്ചാണ് ഓർണമെന്റ്സ് ഉണ്ടാക്കുക? ഡൈ കാസ്റ്റിംഗ് അല്ല, ഗ്രാവിറ്റി അല്ല, പ്രസ്ഡ് കാസ്റ്റിംഗ് വഴിയാണ് ഓർണമെന്റ്സ് ഉണ്ടാക്കുക. കാസ്റ്റിംഗിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഇൻ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ഇമ്പ്യൂരിറ്റീസ് ആർ എന്ത് ചെയ്യണം? കളക്റ്റഡ് ഇൻ ദ സെന്റർ ഓഫ് കാസ്റ്റിംഗ്. അപ്പൊ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗിന്റെ കേസിൽ ഇമ്പ്യൂരിറ്റീസ് ആ സെൻട്രലാണ് അവിടെ കളക്ട് ചെയ്യപ്പെടുന്നത്, അതിന്റെ ഇമ്പ്യൂരിറ്റീസ്. 79ാമത്തെ ചോദ്യം, ഇൻ മെഷീൻ ടൂൾസ് ചാറ്റർ ഈസ് ഡ്യൂ ടു. എന്തുകൊണ്ടാണ് ചാറ്റർ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ്? മെഷീൻ ടൂളിൽ സെൽഫ് എക്സൈറ്റഡ് വൈബ്രേഷൻസ്. ഓപ്ഷൻ സി സെൽഫ് എക്സൈറ്റഡ് വൈബ്രേഷൻസ് എന്നുള്ളതാണ് കറക്റ്റ്. 80ാമത്തെ ചോദ്യം, എ ഗുഡ് ലൂബ്രിക്കന്റ് ഫോർ ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷൻ. അപ്പൊ ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷന് നല്ലൊരു ലൂബ്രിക്കന്റ് ഏതാണ്? മിനറൽ ലാഡ് ഓയിൽ. ഓപ്ഷൻ ബി മിനറൽ ലാഡ് ഓയിൽ ആണ് കറക്റ്റ് ആൻസർ. 81ാമത്തെ ചോദ്യം, ടൂൾ ലൈഫുമായി ബന്ധപ്പെട്ട് ടൂൾ ലൈഫിനെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് എന്ത്? സ്പീഡ്, ടൂൾ ജോമെട്രി, മൈക്രോസ്ട്രക്ചർ, ഫീഡ് ആൻഡ് ഡെപ്ത്. ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് കട്ടിംഗ് സ്പീഡാണ് അല്ലെ? ആ ഇക്വേഷനിൽ തന്നെ അത് വ്യക്തമാണ്. കട്ടിംഗ് സ്പീഡാണ് കറക്റ്റ് ആൻസർ. 82ാമത്തെ ചോദ്യം, ദ മെഷീനിങ് പ്രോസസ് ഇൻ വിച്ച് ദ മെറ്റൽ ഓഫ് വർക്ക് പീസ് ഈസ് ഡിസോൾവ്. ഈ പറഞ്ഞ വർക്ക് പീസിന്റെ മെറ്റൽ തന്നെ ഡിസോൾവ് ചെയ്യുന്നത് ഈ കൂട്ടത്തിൽ ഏതാണ്? കെമിക്കൽ, അൾട്രാസോണിക്, ഇലക്ട്രോ ഡിസ്ചാർജ് അല്ല, ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് ആണ്. ചിലപ്പോൾ ഓപ്ഷൻ സി കറുപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് ആണ്. അതുകൊണ്ടാണ് 4 ഓപ്ഷനും വായിച്ചു നോക്കിയ ശേഷം മാത്രം ഒന്നുകൂടെ വായിച്ച ശേഷം മാത്രം ആൻസർ ചെയ്യാന്ന് പറയുന്നത്. 83ാമത്തെ ചോദ്യം, ദ പൗഡർ മെറ്റലർജി പാർട്ട് ഹാസ് ടൈനി കാപ്പിലറി പോർസ് ഓൾ ഓവർ വിച്ച് ക്യാൻ ബി ഫിൽഡ് ബൈ ഓയിൽ ഓർ അതർ ലൂബ്രിക്കന്റ് ഈസ് കോൾഡ്. എന്താണ് ഇതിനെ പറയുക? ഇംപ്രഗ്നേഷൻ എന്നാണ് അതിനെ പറയുക.
83ാമത്തെ ചോദ്യം. 84ാമത്തെ ചോദ്യം, ഇൻക്രീസിംഗ് ദ പോസിറ്റീവ് ബാക്ക് റേക്ക് ആംഗിൾ വിൽ മേക്ക് ദ ടൂൾ. ഈ പോസിറ്റീവ് ബാക്ക് റേക്ക് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ടൂളിനെ അത് വീക്കർ ആക്കും എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. 85ാമത്തെ ചോദ്യം, എ ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് ഇൻ എ ബുഷ് ബിയറിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പോൾ ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സിൽ നിന്നുള്ള ചോദ്യമാണ്. ഒരു ബുഷ് ബിയറിംഗിൽ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഏത് ഫിറ്റിന്റെ എക്സാമ്പിൾ ആണെന്നാണ്? റണ്ണിംഗ് ഫിറ്റിന്റെ എക്സാമ്പിൾ ആണ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 86ാമത്തെ ചോദ്യം, ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ടു ഫൈൻഡ് എഫക്റ്റീവ് ത്രെഡ് ഡയമീറ്റർ. കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് അല്ലാത്തത് ഏത്? കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യമാണ്. ദ വി പീസ് മെത്തേഡ് എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 87ാമത്തെ ചോദ്യം, ദ ഡിസ്റ്റൻസ് ഫ്രം ദ ജോയിന്റ് റൂട്ട് ടു ദ ടോ ഓഫ് ദ വെൽഡ്. വെൽഡിന്റെ റൂട്ട് മുതൽ ടോ വരെയുള്ള ഡിസ്റ്റൻസിനെ എന്താ വിളിക്കുക? ലെഗ് എന്നാ വിളിക്കുക. ഓപ്ഷൻ എ ലെഗ്. 88ാമത്തെ ചോദ്യം, ഇൻ സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് the contamination layers between the surfaces to be welded are removed by. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ്ങിന്റെ കേസിൽ ഈ കണ്ടാമിനേഷൻ ഒക്കെ ഉണ്ടായിരിക്കുന്നത് എങ്ങനെ മാറ്റുന്നത്? പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ വഴി. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 89ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പാർട്ട് ഓഫ് ടെയ്ലേഴ്സ് പ്രിൻസിപ്പിൾ കൺസേൺഡ് വിത്ത് സയന്റിഫിക് മാനേജ്മെന്റ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ്. 11ഓളം ചോദ്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. എല്ലാം അത്യാവശ്യം ഡിഫിക്കൽട്ടി ലെവലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഏതാണ് കറക്റ്റ് ആൻസർ? ഈ പറഞ്ഞ ഈ തന്നിരിക്കുന്നതിൽ ടെയ്ലേഴ്സ് പ്രിൻസിപ്പിളുമായി ചേർന്ന് പോകുന്ന കറക്റ്റ് ആയിട്ടുള്ളത് ഏത്? എൻഷുർ കോപ്പറേഷൻ ത്രൂ ഇൻസെന്റീവ്സ് ആൻഡ് പ്രൊവൈഡ് എ വർക്ക് എൻവയോൺമെന്റ് ദാറ്റ് റീഇൻഫോഴ്സസ് ഒപ്റ്റിമൽ വർക്ക് റിസൾട്ട്സ് ഇൻ എ സയന്റിഫിക് മാനർ. ഓപ്ഷൻ ഡിവൈഡ് റെസ്പോൺസിബിലിറ്റി ഫോർ മാനേജിംഗ് ആൻഡ് വർക്കിംഗ് ആൻഡ് ഡിവൈസ് സയന്റിഫിക് എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാംസ്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് രണ്ട് ശരിയാണ്. ടെയ്ലേഴ്സ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇത് രണ്ട് ശരിയാണ്. ഓപ്ഷൻ എയും ഓപ്ഷൻ ബി ശരിയാണ്. സോ ബോത്ത് 1 and 2. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. 90ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് എ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഇത് സിമ്പിൾ ആണ്. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ദ ലൈൻ മാനേജേഴ്സ് ക്യാൻ സീക്ക് ഹെൽപ്പ് ഫ്രം സ്പെഷ്യലിസ്റ്റ് ബൈ വേ ഓഫ് അഡ്വൈസ്. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. സ്റ്റാഫ് മെമ്പേഴ്സ് ഹാവ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻ എ ലൈൻ ആൻഡ് സ്റ്റാഫ്. അത് തെറ്റാണ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. 91ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ യൂസ്ഡ് ഫോർ സെലക്ടീവ് ഇൻവെന്ററി ക്ലാസിഫിക്കേഷൻ. ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെ? ABC അനാലിസിസ്, HML അനാലിസിസ്, VED, ESN ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇൻവെന്ററി അനാലിസിസ്, ഇൻവെന്ററി ക്ലാസിഫിക്കേഷന് വേണ്ടി. 92ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് ഡ്യുവലിറ്റി ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗിലെ ഡ്യുവലിറ്റിയിൽ ഏതാണ് കറക്റ്റ്? in the primal is a maximization problem dual which also will be maximization problem. The number of the primal decision variables equals the number of dual constraints and the number of primal constraints in is equal to the number of dual variables. Only 2. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരിക. ഇത് ലീനിയർ പ്രോഗ്രാമിംഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ഇൻഡസ്ട്രിയിൽ തന്നെയാണ്. 93ാമത്തെ ചോദ്യം, കസ്റ്റമേഴ്സ് അറൈവ് അറ്റ് എ ഹോസ്പിറ്റൽ അറ്റ് ദ റേറ്റ് ഓഫ് 5 per hour and the doctor can serve at the rate of 10 per hour. Which is the probability that a customer does not have to wait and walks into the doctor's? അത് 0.5 ആണ്. പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനിലാണ്. 94ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ടോട്ടൽ സപ്ലൈ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ് എന്നുള്ളത് മാത്രമാണ് അവിടെ ശരിയായിട്ട് വരുന്നത്. 95ാമത്തെ ചോദ്യം, ദ ലെങ്ത് ഓഫ് ടൈം ബിറ്റ്വീൻ പ്ലേസിംഗ് ആൻഡ് ഓർഡർ ആൻഡ് റെസിപ്റ്റ് ഓഫ് ഐറ്റംസ്. അതിനെ പ്ലേസ് ചെയ്ത് കിട്ടുന്നത് വരെയുള്ള ടൈമിനെ ലീഡ് ടൈം എന്ന് പറയുക. 96ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ അസംഷൻസ് ഓഫ് എക്കണോമിക് ഓർഡറിംഗ്. EOQയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതാണ്? ഈ ഡിമാൻഡ് ഈസ് ഡിറ്റർമിനിസ്റ്റിക്, ലീഡ് ടൈം ഈസ് ഹൈ, പ്രൈസ് ഓഫ് മെറ്റീരിയൽസ് ഈസ് ഫിക്സഡ്. അത് മൂന്നുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി വിത്ത് ഇൻസ്റ്റന്റേനിയസ് സ്റ്റോക്ക് റിപ്ലേസ്മെന്റ് മോഡൽ. അതാണ് ബേസിക് ഇൻവെന്ററി മോഡൽ അനുസരിച്ച് ശരിയായിട്ടുള്ളത് ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റുകളാണ്. 97ാമത്തെ ചോദ്യം, ഇൻ ക്വാളിറ്റി കൺട്രോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കൺട്രോൾ ചാർട്ട് ഫോർ അട്രിബ്യൂട്ട്സ്. അട്രിബ്യൂട്ട്സിന്റെ ചാർട്ട് ഏതാണ്? P ചാർട്ടാണ്. അത് സിമ്പിൾ ആണ്, നമ്മൾ പഠിക്കുന്നതാണ്. 98ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ഫോളോയിങ് which are the following of the advantages of acceptance sampling. Acceptance sampling in the ഏതൊക്കെയാണ്? both 1 and 2 ആണ് ഇതിന്റെ ആൻസർ. less expensive than 100% inspection, where inspection may cause damage or complete destruction. Acceptance sampling is more useful. ഇത് രണ്ടും ശരിയാണ്. 99ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, which is the following are the advantages of work studyയുടെ അഡ്വാൻറ്റേജ് ഏതാണ്? യൂണിഫോം ആൻഡ് ഇംപ്രൂവ്ഡ് പ്രൊഡക്ഷൻ ഫ്ലോ, ഹയർ പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി. രണ്ടും കറക്റ്റ് ആണ്. 100ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. മൾട്ടിപ്പിൾ ആക്ടിവിറ്റി ചാർട്ടുമായി ബന്ധപ്പെട്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ ഡിസ്കഷൻസുമായിട്ട് വരുന്ന വീഡിയോസിൽ കാണാം. താങ്ക് യു.